ഗുഡ് മോർണിംഗ്. വലിയ നോമ്പിന്റെ 28ാം ദിവസത്തിലേക്കാണല്ലോ നാം വന്ന് ചേർന്നിരിക്കുന്നത്. ഇത് ഒരു തീർത്ഥയാത്രയാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന തീർത്ഥയാത്ര. ഇന്ന് വിശ്വാസം എന്ന വിഷയമാണ് നാം ധ്യാനിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3 ചെറുപ്പക്കാരെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഷദ്രഖ്, മേശക്, അബേദ്നഗോ. നെബൂഖദ്നേസർ രാജാവ് താൻ സൃഷ്ടിച്ച സ്വർണ്ണ ബിംബത്തെ ആരാധിപ്പാൻ കൽപ്പിക്കുമ്പോൾ ഈ 3 ചെറുപ്പക്കാർ വിശ്വാസത്തിന് വലിയ മാതൃക നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുകയാണ്. കത്തുന്ന തീച്ചുളയിലേക്ക് ഇവരെ ഇടുവാൻ കൽപ്പിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ വിശ്വാസത്തിന്റെ 2 മുഖത്തെക്കുറിച്ച് അവർ നമ്മളോട് വരച്ചു കാട്ടുന്നു. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീ ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ആദ്യമായി ഇവർ പറയുന്നത് മിറക്കിൾ ഓറിയന്റഡ് ഫെയ്ത്ത് എന്നതാണ്. കത്തുന്ന തീച്ചൂളയിൽ നിന്ന് അത്ഭുതകരമായി ദൈവം ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് പറയുകയാണ്. ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇത് രേഖപ്പെടുത്തുന്നത്. രോഗശാന്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യം നമുക്ക് നൽകി. എത്രയോ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥന സമർപ്പിച്ച് കർത്താവ് വിഷയങ്ങളിലൊക്കെ ഉത്തരം നൽകിയപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന വിശ്വാസത്തിന്റെ അനുഭവം. എന്നാൽ വിശ്വാസത്തിന്റെ 2ാമത്തെ ഒരു മുഖമുണ്ട് എന്നും ഇവർ ഇവിടെ പറയുകയാണ്. 18-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. അല്ലെങ്കിലും ഇവിടെ പറയുന്നത് വിശ്വാസത്തെക്കുറിച്ച് ദ മിറക്കിൾ ഓഫ് ഫെയ്ത്ത് എന്നതാണ്. ഇവിടെ അത്ഭുതമില്ല, ഇവിടെ അതിശയമില്ല. എന്നാൽ വിശ്വാസം തന്നെ ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. ഇവർ പറയുകയാണ്, ഒരുപക്ഷെ തീച്ചൂലയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ ഞങ്ങൾ തള്ളി പറയുകയില്ല. ഈ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ അതിപ്പോഴും തുടരുന്നത് ഒരു യാഥാർത്ഥ്യമായി തീരുന്നതായിരിക്കും. നമ്മുടെ പ്രതിസന്ധികൾ ഇപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ യാത്ര തുടരുമ്പോൾ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നാം അനുഭവിച്ചിട്ടില്ലെങ്കിലും ഈ ചെറുപ്പക്കാർ പറയുകയാണ്, ഈ ഒരു അനുഭവത്തിലും ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധ്യമായി തീരണം. അവിടെ അത്ഭുതം വേറെ ഒന്നുമല്ല, ഈ വിശ്വാസം തന്നെ ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മുടെ തുടർന്നുള്ള യാത്ര വിശ്വാസത്തിൽ ഉറച്ച് ഈ യാത്ര തുടരുവാൻ, അത്ഭുതങ്ങളും അതില്ലാത്ത അനുഭവങ്ങളിൽ ദൈവത്തോടുള്ള പൂർണ്ണ വിശ്വാസം മുറുകെ പിടിക്കുക.